പോറിഫറ. പോറിഫറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കനാൽ സിസ്റ്റം ആണ് ഈ പോറിഫറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ കനാൽ സിസ്റ്റത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഓസ്റ്റിയ അല്ലെങ്കിൽ ഓസ്റ്റിയ വഴി കയറുന്നു, ഓസ്കുലം വഴി എന്ത് ചെയ്യുന്നു? വെളിയിലോട്ട് ഇറങ്ങുന്നു. there is an animation over there. യെസ്, നോക്കിയതാ ഓസ്റ്റിയ വഴി കയറുന്നു, ഓസ്കുലം വഴി ഇത് വെളിയിലോട്ട് ഇറങ്ങുന്നത് കണ്ടോ? ഇതാണ് നമ്മൾ ഈ കനാൽ സിസ്റ്റത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇതാണ് ഈ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. പോറിഫറയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പോഴ്സ്, ദ പ്രസൻസ് ഓഫ് പോഴ്സ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. ഓസ്റ്റിയയിൽ നിന്നും ആ ഓസ്കുലത്തിലോട്ടുള്ള ഈ ഒരു കൺവേർഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടിലാണ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ ഫുഡ് ഗ്യാതറിങ്ങിനും എല്ലാത്തിനും സഹായിക്കുന്ന എന്ത് തന്നെയായിരിക്കും? ഈ പോറിഫറൻസ് ആണ്. കണ്ടല്ലോ നിങ്ങൾ ഓസ്റ്റിയ ഓസ്കുലം എന്താണെന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി പോറിഫറ പറയുമ്പോൾ തന്നെ നമുക്ക് ഈ വാക്ക് അറിയാം. അതേപോലെ തന്നെ പോറിഫറയിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നല്ലപോലെ അറിയാനായിട്ടുണ്ട്. എന്താണ്? സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? എടുത്തു പറയുന്നുണ്ട്. പോറിഫറ പറയുമ്പോൾ എല്ലാം PC എന്ന് വേണം ഓർത്തിരിക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് കനാൽ സിസ്റ്റം. കൊവാനോസൈറ്റുകൾ, ഈ കൊവാനോസൈറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? സ്പോഞ്ചസിന്റെ കനാൽ, സ്പോഞ്ചോസീലിനെയും കനാലിനെയും ഒക്കെ ലൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പോറിഫറ പഠിക്കുന്ന സമയത്തൊക്കെ PC നമ്മൾ പഠിച്ചു വെക്കുക. കാരണം എന്തുകൊണ്ടാണ്? പോറിഫറ കനാൽ സിസ്റ്റം, പോറിഫറ കൊവാനോസൈറ്റ്, ഇതെല്ലാം മാർക്ക് കിടക്കുന്നതാണ്, പോറിഫറൻസിന് കിടക്കുന്നതാണ്.